My dear students, ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുളുംസ് ലോ എന്ന് പറയുന്ന ലോനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതിന് മുൻപ് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. ഞാൻ ഇടുന്ന വീഡിയോസിൽ ഓരോ വീഡിയോസും രണ്ടിൽ കൂടുതൽ തവണയോ കണ്ടാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവും. കാരണമുണ്ട്, നിങ്ങൾ വോയിസോട് കൂടിയിട്ട് നോട്ട്സ് ശ്രദ്ധിക്കുന്ന സമയത്ത് വളരെയധികം മറക്കാത്ത രീതിയിൽ മനസ്സിൽ ആ ചാപ്റ്റർ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ കുളുംസ് ലോനെ കുറിച്ചിട്ട് പറയുന്നതിന് മുൻപ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വോളിയം കുറഞ്ഞ, സ്പേസ് കുറഞ്ഞ ചാർജസിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ചാർജ്. കോമൺലി എന്ത് ചെയ്യുന്നു, എല്ലാ ചാർജസും പോയിന്റ് ചാർജ് തന്നെയാണ്. കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത് പോയിന്റ് ചാർജ് ആക്കിയിട്ട് തന്നെയാണ്. ഈ പോയിന്റ് ചാർജിന് വേറെയും ഒരു ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് പറയാം. നോക്കിക്കോളൂ, ഇവിടെ 0.80 മൈക്രോ കുളുംസ് എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. മൈക്രോ കുളുംസിനെ നമുക്ക് കുളുംസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇൻറ്റു 10⁻⁻6 വരും. ഈ 0.80 മൈക്രോ കുളുംസ് എന്ന് പറയുന്ന ചാർജും പ്ലസ് 1.0 മൈക്രോ കുളുംസ് എന്ന് പറയുന്ന ചാർജും തമ്മിൽ 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ചാർജിന്റെ ലെങ്ത്തും ഈ ചാർജുകൾ തമ്മിലുള്ള ലെങ്ത്തും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചാർജിന്റെ ലെങ്ത് അല്ലേ വളരെ കുറവ്, കണ്ടോ, ചാർജ് ആകെ അത്രയേ ഉള്ളൂ. പക്ഷെ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ വളരെ വലുതാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് ആ ചാർജിനെ നമ്മൾ പോയിന്റ് ചാർജ് എന്ന് വിളിക്കുന്നു. അതായത് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് എങ്കിൽ, ചാർജിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അതിന് വിളിക്കുന്ന പേര് പോയിന്റ് ചാർജ് എന്നാണ്. അപ്പൊ ഈ ഒരു ഫിഗറിൽ ഇപ്പൊ 3 പോയിന്റ് ചാർജസ് ഉണ്ട്. ഓക്കെ, ഇനി അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ ആർ ഫോഴ്സസ്. നമ്മൾ പറഞ്ഞു ചാർജസ് തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ട് എന്നല്ലേ. ഇപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുന്നു. നമുക്കത് മനസ്സിലാവാൻ കാരണം എന്താണ്? ഈ ഏരോ മാർക്ക് നോക്കിയാൽ അറിയാം അവർ നീങ്ങിപ്പോവാണ്. ഇവിടെ -Q1 ഉം -Q2 ഉം തമ്മിൽ റിപ്പൽഷൻ കാരണം അവർ നീങ്ങിപ്പോകുന്നു എന്നുള്ളത് ഈ ഏരോ മാർക്ക് കണ്ടാൽ മനസ്സിലാവും. ഓപ്പോസിറ്റ് ചാർജസ് ആയ -Q1 ഉം +Q2 ഉം അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ ചാർജസിന്റെ ഒരു മൂവ്മെന്റ് ഈ ഒരു പിക്ചറിൽ ഇല്ലേ, കണ്ടോ? ഇത് റിപ്പൽ ചെയ്ത് അകന്നു പോവുകയാണ്, ഇത് അട്രാക്ട് ചെയ്ത് നീങ്ങി വരികയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു വസ്തുവും നീങ്ങണമെങ്കിൽ ഫോഴ്സ് വേണമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റിപ്പൽസീവ് ഫോഴ്സ്. ഇവിടെയുള്ള ഫോഴ്സ് ഏതാ? റിപ്പൽസീവ് ഫോഴ്സ്. ഇവിടെയുള്ള ഫോഴ്സ് ഏതാ? അട്രാക്റ്റീവ് ഫോഴ്സ്. അതുകൊണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്ഷനും റിപ്പൽഷനും എന്ത് തന്നെയാണ്? ഫോഴ്സ് തന്നെയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിട്ട് നമുക്ക് കുളുംസ് ലോയിലേക്ക് പോവാം. ഫൈൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് ചാർജസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്. ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്, കണ്ടോ? 10 കുളുംസ് എന്ന് പറയുന്ന ചാർജ്, -20 കുളുംസ് എന്ന് പറയുന്ന ചാർജ്. പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക. അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 2 ആംസ്ട്രോങ് ആണ്. 1 ആംസ്ട്രോങ് = 10⁻⁻10 മീറ്റർ ആണ്. നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്ന ഈ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ വേണ്ടേ? എങ്ങനെയാ ഫോഴ്സ് കണ്ടെത്തുക എന്നറിയണ്ടേ? അതുകൊണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയും റിപ്പൽസീവ് ഫോഴ്സിനെയും കുറിച്ച് പറയുന്ന ലോ ആണ് കുളുംസ് ലോ. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കുളുംസ് ലോ യൂസ് ചെയ്യുക? അട്രാക്റ്റീവ് ഫോഴ്സ്, റിപ്പൽസീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആരുടെ ഇടയിലുള്ള അട്രാക്റ്റീവ് റിപ്പൽസീവ് ഫോഴ്സ്? സ്റ്റാറ്റിക് ചാർജസിന്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽസീവ് ഫോഴ്സ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കൂ, രണ്ട് ചാർജസ് ഇവിടെ കാണാം. Q1 എന്ന് പറയുന്ന ചാർജ്, ഇത് Q1 എന്ന് പറയുന്ന സിമ്പലിൽ കൊടുത്തത് ഒരു ഇലക്ട്രോൺ ആവാം, 2 ഇലക്ട്രോൺ ആവാം, 4 ഇലക്ട്രോൺ ആവാം, എത്ര ഇലക്ട്രോൺസ് വേണമെങ്കിലും ആവാം. മേ ബി ഇത് ഒരു ഇലക്ട്രോണിന്റെ വാക്കൻസി ആവാം, 2 ഇലക്ട്രോണിന്റെ വാക്കൻസി ആവാം, ഒരുപാട് ഇലക്ട്രോണിന്റെ വാക്കൻസി ആവാം. നമ്മൾ കോമൺലി Q1 കൊടുക്കുന്നു. നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊന്നും പറയണില്ല. എന്താ കാരണം എന്നറിയോ? അട്രാക്റ്റീവ് ഫോഴ്സിനും റിപ്പൽസീവ് ഫോഴ്സിന്റെയും ഇക്വേഷൻ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, Q2 എന്ന് പറയുന്ന ചാർജ് 6 ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇത് വെച്ചിരിക്കുന്നത് ഏത് മീഡിയത്തിലാ? പ്ലാസ്റ്റിക്കിലാണോ, വാട്ടറിലാണോ, എയറിലാണോ, വാക്കത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. അപ്പൊ ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന ഈ രണ്ട് ചാർജുകൾ തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവാം. അത് അതിന്റെ സൈൻ അനുസരിച്ചിട്ടായിരിക്കും. എങ്കിൽ നമ്മൾ കുളുംസ് ലോയിലെ ഒന്നാമത്തെ സെന്റൻസിലേക്ക് പോവാം. The force of attraction or repulsion is directly proportional to product of their charges. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയാലും ശരി, റിപ്പൽഷൻ ആയാലും ശരി, അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ചാർജുകളുടെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ചാർജിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും, ചാർജിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും എന്നർത്ഥം.
രണ്ടാമത്തെ ലോ ഇതാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അവരുടെ ഇടയിലുള്ള എന്ത് അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്. അതിന്റെ അർത്ഥം എന്താ, ആറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. അപ്പോൾ നമ്മൾ കുളുംബ്സ് ലോയുടെ രണ്ട് ഇക്വേഷൻസും സെന്റൻസുകളും പഠിച്ച സ്ഥിതിക്ക് ഇനി അതൊന്ന് ജോയിൻ ചെയ്ത് കുളുംബ്സ് ലോയുടെ യഥാർത്ഥ ഫോമിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു സ്റ്റാറ്റിക് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദിയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് കുളുംബ്സ് ലോയുടെ സെന്റൻസ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് രണ്ടും ജോയിൻ ചെയ്യാം. കാരണം ലെഫ്റ്റ് സൈഡ് രണ്ടും ഫോഴ്സ് ആയതുകൊണ്ട് റൈറ്റ് സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം. Q1 Q2 by r square എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. F പ്രൊപ്പോർഷണൽ Q1 Q2 by r square എന്നാണ് ഇക്വേഷൻ. പ്രൊപ്പോർഷണൽ മാറിയിട്ട് ഈക്വൽ ടു ആകുമ്പോൾ കോൺസ്റ്റന്റ് വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ K നെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 pi എപ്സിലോൺ 0. ഇതിനെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ 0 അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട് എന്നും പറയാം. എന്താണ് എപ്സിലോൺ 0 എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുൻപ് ഇതിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 9 × 10⁹ ആണ്. അപ്പോൾ ഇതിൽ എല്ലാ 4 പൈ എപ്സിലോൺ നോട്ടിനൊരു വാല്യൂ ഉണ്ട് 8.85 × 10⁻12 ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 9 × 10⁹ എന്നാണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ എന്നാണ്. ഇത് എങ്ങനെ വന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ഞാൻ കെക്ക് ഇൻസ്റ്റഡ് ആയിട്ട് 1/4 pi എപ്സിലോൺ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുളംബ്സ് ലോയുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. F = 1/4 pi എപ്സിലോൺ നോട്ട് Q1 Q2 by r square. വേണമെങ്കിൽ 1/4 pi എപ്സിലോൺ നോട്ടിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാ വാല്യൂ, 9 × 10⁻9. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുക അല്ലേ. ഇനി മറ്റൊരു കാര്യം, എന്താണ് എപ്സിലോൺ നോട്ട്? എപ്സിലോൺ നോട്ടിനെ വിളിക്കുന്ന പേര് പെർമിറ്റിവിറ്റി എന്നാണ്. എപ്സിലോൺ എന്താ വിളിക്കുക, പെർമിറ്റിവിറ്റി. എപ്സിലോൺ 0 എന്നായതുകൊണ്ട് ഇത് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ്. അപ്പോൾ എന്താണ് എപ്സിലോൺ 0 എന്ന് ഞാൻ പറയാം. അതിന്റെ വാല്യൂ ഒന്ന് നോക്കിയേ, 8.854 × 10⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ഫാരഡ് പെർ മീറ്റർ. ഇപ്പൊ രണ്ട് യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാക്കി എഴുതിയത്. ഈ ഫാരഡ് പെർ മീറ്റർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. നിങ്ങൾ കപ്പാസിറ്റർ എന്ന് കേട്ടിട്ടുണ്ടാവും. ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ അല്ലേ. അപ്പൊ ഫാരഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിൽ എത്രത്തോളം ചാർജിനെ ഉൾക്കൊള്ളാനുള്ള എബിലിറ്റി ഉണ്ട് എന്നൊരർത്ഥം ഇതിനില്ലേ. അതായത് ഓരോ മീഡിയത്തിലും ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ വാട്ടറിന് എത്രത്തോളം ചാർജിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതുപോലെ ആവില്ല ഫ്രീ സ്പേസിന്, അതുപോലെ ആവില്ല പ്ലാസ്റ്റിക്കിന്, ഓരോ കഴിവുണ്ട്. അതുകൊണ്ട് ഇത് ഫ്രീ സ്പേസിന് എത്രത്തോളം ചാർജിനെ ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളതിന്റെ എബിലിറ്റിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, ഇതിന്റെ വാല്യൂ ഇതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ ആണ്. എപ്സിലോൺ നോട്ടിന്റെ യൂണിറ്റ് കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇത് എങ്ങനെ വന്നു എന്നറിയണ്ടേ? അത് വന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. F = 1/4 pi എപ്സിലോൺ നോട്ട് Q1 Q2 by r square എന്നാണ് വന്നത്. നോക്കാം നമുക്ക്. നോക്കൂ, ഞാൻ F = 1/4 pi എപ്സിലോൺ നോട്ട് Q1 Q2 by r square എന്ന് 1/4 pi എപ്സിലോൺ നോട്ടിന് നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കുക. 1/4 pi എപ്സിലോൺ നോട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, Q1 Q2 by r square റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുക, r² Q1 Q2 എന്നാവില്ലേ. അപ്പൊ F r² Q1 Q2 എന്നാവും. F മെഷർ ചെയ്യുന്നത്, ഫോഴ്സ് മെഷർ ചെയ്യുന്നത് ന്യൂട്ടണിൽ അല്ലെ. R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, യൂണിറ്റ് എന്താ, മീറ്റർ. അപ്പൊ r² ആകുമ്പോൾ എന്താ സംഭവിക്കുക, മീറ്റർ സ്ക്വയർ. Q1 മെഷർ ചെയ്യുന്ന യൂണിറ്റ് കുളംബ്സ്, Q2 മെഷർ ചെയ്യുന്ന യൂണിറ്റ് കുളംബ്സ്. അപ്പൊ എന്താ കിട്ടുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളം സ്ക്വയർ. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് 1/4 pi എപ്സിലോൺ നോട്ട്. ഇനി എങ്ങനെയാണ് എപ്സിലോൺ നോട്ടിന്റെ യൂണിറ്റ് വന്നത്? അത് കണ്ടെത്താൻ എപ്സിലോൺ നോട്ടിന്റെ ഇക്വേഷൻ സെയിം ഫോർമാറ്റിൽ നിങ്ങൾ കണ്ടെത്തുക. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1/4 pi എപ്സിലോൺ നോട്ടിന്റെ ഇക്വേഷൻ ഇതാണ്. അതിൽ നിന്ന് എപ്സിലോൺ നോട്ടിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. എപ്സിലോൺ നോട്ടിന്റെ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് Q1 Q2 by F r² 4 pi എന്ന് കിട്ടും. Q1 Q2 രണ്ടും മെഷർ ചെയ്യുന്നത് ചാർജ് അല്ലേ, ചാർജ് ആയതുകൊണ്ട് കുളംബ്സ്. F മെഷർ ചെയ്യുന്നത് ന്യൂട്ടൺ, R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അപ്പൊ r² മീറ്റർ സ്ക്വയർ. 4 pi രണ്ടും കോൺസ്റ്റന്റുകളല്ലേ, യൂണിറ്റുകളില്ല. അതുകൊണ്ട് കുളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നാണ് ഇതിന്റെ യൂണിറ്റ് വരിക. ഇനി ഡെഫിനിഷൻ ഓഫ് 1 കുളം. 1 കുളമ്പിന് എങ്ങനെ നമ്മൾ ഡെഫിനിഷൻ കൊടുക്കാം എന്നുള്ളതാണ്. ഇത് നന്നായി ശ്രദ്ധിക്കണം. നോക്കൂ, നമ്മൾ നേരത്തെ കുളംബ്സ് ലോയിൽ വരച്ചിട്ടുള്ള സെയിം ഫിഗർ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. ഈ ഫസ്റ്റ് ചാർജിന് ഞാൻ 1 കുളംബ്സ് കൊടുത്തു, സെക്കൻഡ് ചാർജിന് ഞാൻ 1 കുളംബ്സ് കൊടുത്തു, അത് r ഡിസ്റ്റൻസിൽ വെച്ചു. മനസ്സിലാക്കണം, ഇത് ഇരിക്കുന്നത് ഫ്രീ സ്പേസിൽ തന്നെയാണ്. ഇനി കണ്ടീഷൻ ഉണ്ട്, r-ന്റെ വാല്യൂ 1 മീറ്റർ എടുക്കുക. അപ്പൊ എന്താണ് നമ്മുടെ 1 കുളംബ്സിന്റെ ഡെഫിനിഷന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? Q1-ന്റെ വാല്യൂ Q2-ന്റെ വാല്യൂ 1 കുളംബ്സ് ആവണം. R എന്ന് പറയുന്നത് എന്താവണം,
1 മീറ്റർ ആണ് എങ്കിൽ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും എന്ന് ആദ്യം കണ്ടെത്തുക. അതിൽ നിന്നാണ് ഡെഫിനിഷൻ വരുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2 pi r square. അപ്പോൾ 1/4πε0 the Q1 Q2 വാല്യൂ എന്ന് പറയുന്നത് 1 coulomb ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പോൾ r സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. ഇതിന്റെ വാല്യൂ എല്ലാം 1 ആവില്ലേ? സോ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി 1/4πε0. 1/4πε0ന്റെ വാല്യൂ എത്രയാണ്? 9 × 10⁹ ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ എന്ന് കൊടുക്കുക. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ 1 coulombsന്റെ ഡെഫിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ചാർജസും 1 coulombs ആയതുകൊണ്ടല്ലേ ഫോഴ്സ് 9 × 10⁹ ആയത്? ആ 1 coulombs ചാർജ് 1 മീറ്ററിൽ വെച്ചപ്പോ ഫോഴ്സ് 9 × 10⁹ ആയി. ശരിയല്ലേ? എങ്കിൽ ഡെഫിനേഷനിലേക്ക് പോവാൻ നോക്കൂ. 1 coulomb ചാർജിനെ 1 മീറ്റർ ഡിസ്റ്റൻസിൽ മറ്റൊരു 1 coulomb ചാർജിനെ വെച്ചാൽ, നോക്കൂ, ഒരു 1 coulomb ചാർജിന്റെ തൊട്ടടുത്ത് 1 മീറ്റർ ഡിസ്റ്റൻസിൽ മറ്റൊരു 1 coulomb ചാർജ് വെച്ചാൽ ഫോഴ്സ് എത്രയാവും? 9 × 10⁹ ആവും അല്ലേ? നോക്കൂ, 1 coulomb is that charge which when placed in free space at a distance of 1 meter from an equal and similar charge repels with a force 9 × 10⁹. അതായത് ഈ 1 coulomb ചാർജ് ആണ്. 1 coulomb ചാർജിനെ എന്ത് ചെയ്യണം? മറ്റൊരു 1 coulomb ചാർജിനെ എന്ത് ചെയ്യണം? 1 മീറ്റർ അപ്പാർട്ടിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് 9 × 10⁹ ആണെങ്കിൽ ആ ചാർജ് എത്രയാണ്? 1 coulombs ആണ് എന്നാണ്. അപ്പൊ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലേ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണെന്ന് അറിയണം. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ്. ഇത് അടുത്ത ചാപ്റ്ററിൽ ഈ ഒരു പേര് ആവശ്യമുണ്ട് കേട്ടോ. നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എപ്സിലോൺ ആർ എന്നോ അല്ലെങ്കിൽ കെ എന്നോ ഇതിനെ പറയാം. അപ്പൊ ഇതിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ വരുന്നത് ഈ ഇക്വേഷൻ നിന്നാണ്. ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ എന്താണ് എപ്സിലോൺ, എന്താണ് എപ്സിലോൺ സീറോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ പറയാൻ എളുപ്പമാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി, എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ നമുക്ക് പറയാം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയട്ടെ. നോക്കൂ, ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്ന ചാർജുകളുടെ ഫോഴ്സ് എന്താണെന്നുള്ള, ഫോഴ്സ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് റിപ്പൾസീവ് ആവാം, ഫോഴ്സ് ഇതാണ്. എങ്കിൽ മറ്റൊരു ചോദ്യം ഇതാണ്, ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് വെൻ ഇറ്റ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെ? അപ്പോ ഒരു മീഡിയത്തിനെ എപ്സിലോൺ ആർ പെർമിറ്റിവിറ്റി ഉള്ള മീഡിയത്തിൽ വെക്കുമ്പോൾ എത്രത്തോളം ഫോഴ്സ് ഉണ്ടാവുന്നു എന്നാണ് ചോദ്യം. നോക്കിക്കോളൂ, ഇവിടെ ഫ്രീ സ്പേസിൽ വെക്കുമ്പോൾ ഡിനോമിനേറ്ററിലല്ല എപ്സിലോൺ സീറോ. അതുകൊണ്ട് എപ്സിലോൺ ആർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വരുന്ന മീഡിയത്തിൽ വെക്കുമ്പോൾ ആ ഡിനോമിനേറ്ററിൽ തന്നെ എപ്സിലോൺ ആർ നിങ്ങൾ കൊടുത്താൽ മതി. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അപ്പൊ അത് ഫ്രീ സ്പേസിലുള്ള ഫോഴ്സ് ആണ്, ഇതോ എപ്സിലോൺ ആർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള മീഡിയത്തിലെ ഫോഴ്സ് ആണ്. ഇത് എപ്സിലോൺ ആർ വരുന്ന സമയത്ത് ഏത് ഫോഴ്സിനാണ് വാല്യൂ കൂടുക? ഫ്രീ സ്പേസിൽ ഇരിക്കുമ്പോഴാണോ മീഡിയത്തിൽ, നല്ല ഫ്രീ സ്പേസ് അല്ലാത്തൊരു മീഡിയത്തിൽ ഇരിക്കുമ്പോഴാണോ ഫോഴ്സ് കൂടുക? ഈ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. എന്താ കാരണം? ഇത് ഡിനോമിനേറ്റർ അല്ലേ? ഡിനോമിനേറ്ററിൽ പുതിയൊരു ഫാക്ടർ കൂടെ വന്നു. അപ്പോൾ ഛേദത്തിൽ ഡിനോമിനേറ്ററിൽ പുതിയൊരു ഫാക്ടർ കൂടെ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചാർജസിന് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതിലാണ്? ഫ്രീ സ്പേസിലാണ്. ഇനി 1 coulomb is equal to 6.2 × 10⁻18 electrons. ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഇത് ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. ഒരു കുളംസിൽ 6.2 × 10⁻18 electrons ശരിയാണോ എന്ന്? ഇത് നമുക്ക് ക്വാണ്ടൈസേഷൻ വെച്ചിട്ട് ചെയ്യാം. നോക്കൂ, ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ എന്താ? Q is equal to NE. ഇവിടെ Q തന്നിട്ടുണ്ട്. Q is equal to 1 coulombs അല്ലേ? ചാർജ് എന്ന് പറയുന്നത് 1 coulombs ആണ്. ഈയുടെ വാല്യൂ നമുക്കറിയാം 1.6 × 10⁻19 coulombs ആണ്. എങ്കിൽ N ന്റെ വാല്യൂ എത്ര വരിക? എന്നിന്റെ ഇക്വേഷൻ എന്താ വരിക? N is equal to Q by E അല്ലെ? എന്നിന്റെ ഇവിടെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് പോകുമ്പോൾ Q by E വരും. Qയുടെ വാല്യൂ 1, ഈയുടെ വാല്യൂ 1.6 × 10⁻19. ഈ 1.6നെ നമുക്ക് എന്ത് ചെയ്യാം? 1നെ 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 10⁻19നെ നമുക്ക് ന്യൂമറേറ്റർ ആക്കുമ്പോൾ +19 ആവും അല്ലേ? അപ്പോൾ 1/1.6 എന്ന് പറയുന്നത് 0.625 ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് കുളംബ്സ് ലോനെ നമുക്ക് വെക്റ്റർ ഫോമിൽ പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. വെക്റ്റർ ഫോമിൽ പറയാം. എന്താ കാരണം? കുളംബ്സ് ലോയിൽ നമ്മൾ കണ്ടെത്തുന്നത് ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ ആണ്. എന്താണ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരേ സമയം അതിന് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുക അല്ലേ. ഇപ്പോൾ ഫോഴ്സിന് ഞാനിവിടെ വെക്ടർ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ആരെങ്കിലും വെക്ടർ ആവണ്ടേ? 1/4πε0 വെക്ടർ അല്ല, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. Q1 Q2 ചാർജസ് സ്കേലർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെക്ടർ ആവാനുള്ള പോസിബിലിറ്റി R ആണ്. R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. പിന്നെ എങ്ങനെയാണ് അതിന് വെക്ടർ സിമ്പിൾ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ R നെ നമുക്ക് Q1 ൽ നിന്ന് Q2 ലേക്കും Q2 ൽ നിന്ന് Q1 ലേക്കും മെഷർ ചെയ്യാം. അതുകൊണ്ട് R ന് ഡയറക്ഷൻ വരാം. ആ ഡയറക്ഷൻ കാണിക്കുന്നതാണ് R ക്യാപ്. R ക്യാപ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ്. എന്താ യൂണിറ്റ് വെക്ടർ? മാഗ്നിറ്റ്യൂഡ് 1 ഉം ഡയറക്ഷനും ഉള്ളതാണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇതാണ് Coulombs law in vector form. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ഫോഴ്സ് ഓൺ Q1 by Q2 ചാർജ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ താഴെയുള്ള രണ്ട് ഫിഗർ നോക്കിയേ. ഇവിടെ പ്ലസ് Q1 ചാർജ് മൈനസ് Q2 ചാർജ്, ഇവർ തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് Q1 മൈനസ് Q2നെ അട്രാക്ട് ചെയ്യുന്നു, മൈനസ് Q2 പ്ലസ് Q1 അട്രാക്ട് ചെയ്യുന്നു. അട്രാക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് അല്ലേ, അതുകൊണ്ട് പ്ലസ് Q1 മൈനസ് Q നെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F21. കണ്ടോ, അങ്ങനെ അട്രാക്ട് ചെയ്യുന്നു. മൈനസ് Q2 പ്ലസ് Q1 നെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F12. അതേപോലെ തന്നെ ഈ ഫിഗർ നോക്കൂ. പ്ലസ് Q1 പ്ലസ് Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലസ് Q1 ചാർജ് പ്ലസ് Q2 ചാർജിന് റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് ആണ് F21. പ്ലസ് Q2 ചാർജ് പ്ലസ് Q1 ചാർജിന് റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് ആണ് F12. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രണ്ട് ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം ഇത് സ്റ്റാറ്റിക് ആയ ചാർജസ് ആണ്, ഡയറക്ഷൻ മാത്രമാണ് വ്യത്യാസം. ഇനി എന്താണ് R21 ക്യാപ്പ്, എന്താണ് R12 ക്യാപ്പ്? എങ്ങനെ R നെ മെഷർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് R ന്റെ യൂണിറ്റ് വെക്ടർ ആണിത്. R21 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 ൽ നിന്ന് 2 ലേക്ക് മെഷർ ചെയ്യുമ്പോഴുള്ള ഡയറക്ഷൻ ആണ്. R12 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 ൽ നിന്ന് 1 ലേക്ക് മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. അപ്പോൾ നോക്കൂ, ഫോഴ്സ് ഓൺ Q1 by Q2 എന്ന് പറഞ്ഞാൽ Q1 ന്റെ മുകളിലുള്ള ഫോഴ്സ് Q2 കാരണം. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടുക? F12 is equal to 1/4πε0 Q1 Q2 by R square. അതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാ വരിക? R12. ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്യേണ്ടത് Q2 ൽ നിന്ന് Q1 ലേക്കാണ്. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഫോഴ്സ് ഓൺ Q2 by Q1 ചാർജ് എന്നാണെങ്കിലോ, അപ്പോൾ നമുക്ക് ഇതിനെ F21 എന്ന് എഴുതാം. അതും സെയിം 1/4πε0 Q1 Q2 by R square തന്നെ. പക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നത് R21 ക്യാപ്പ് ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ, F12 F21. റൈറ്റ് സൈഡ് നോക്കൂ, 1/4πε0 1/4πε0 Q1 Q2 by R square Q1 Q2 by R square. അപ്പോൾ മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്. ഇനി R12 ക്യാപ്പും R21 ക്യാപ്പും നോക്കിക്കഴിഞ്ഞാൽ R12 ക്യാപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് R21 ക്യാപ്പ്. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, F21 വെക്ടർ ഈക്വൽ ടു മൈനസ് F12 വെക്ടർ. മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. താങ്ക് യു വെരി മച്ച്.